ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ നാടൻ മണ്ണിൽ തയ്യാറാക്കിയ, അതായത് ഞങ്ങളുടെ അടുത്ത വീടുകളിൽ തയ്യാറാക്കിയ മെൽസ്റ്റോമ പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ്. മെൽസ്റ്റോമ പ്ലാന്റ്സ് 3 കളറുണ്ട്: വൈറ്റ്, പിങ്ക്, വയലറ്റ്. അതിൽ ഇന്ന് സെയിലിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയലറ്റ് മാത്രമാണ്. പിങ്കും വയലറ്റും ഇവിടെ സെയിൽ ചെയ്തിരുന്നു, ഇങ്ങനെ പിടിപ്പിച്ച് കിട്ടിയത് പിങ്കും വയലറ്റും സെയിൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് വയലറ്റ് മാത്രമേ ഉള്ളൂ, പിങ്ക് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ വയലറ്റിന്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. വയലറ്റ് മെൽസ്റ്റോമ പ്ലാന്റ് കാണാം. നമുക്ക് ഇങ്ങനത്തെ കവറിലാണ് പിടിപ്പിച്ച് കിട്ടുന്നത്. ഇങ്ങനത്തെ കവറിൽ പിടിപ്പിച്ച് ഇവിടെ ഇരുന്ന് പൂത്തതാണ് കേട്ടോ. ഞാൻ പോട്ട് ചെയ്തില്ല, ഈ കവറിൽ തന്നെ ഇരുന്ന് പൂത്ത മെൽസ്റ്റോമ പ്ലാന്റ് ആണ്. വയലറ്റ് കളറിലെ കണ്ട നിറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്, നിറയെ മുട്ടുകളുണ്ട്. ഈ കളറാണ് ഇപ്പൊ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ വയലറ്റ് മെൽസ്റ്റോമ പ്ലാന്റ് നല്ല വെയിൽ കിട്ടേണ്ട ചെടിയാണ്. വെയിലത്താണ് നടേണ്ടത്. പിന്നെ 2 നേരം നനക്കണം, 2 നേരം നനയ്ക്കുകയും വേണം. പിന്നെ നമ്മൾ വീടുകളിൽ തയ്യാറാക്കി, നാടൻ മണ്ണിൽ തയ്യാറാക്കി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത, നമുക്ക് പ്ലാന്റിൽ ഇത് പശമണ്ണായിരിക്കില്ല, നല്ല മണ്ണായിരിക്കും. പിന്നെ നെറ്റ് ബോട്ടിൽ ആണ് പ്ലാന്റ് ആദ്യം വരുന്നത്. അപ്പോൾ ആ നെറ്റ് ബോട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. വേരോട് ചേർന്നൊരു നെറ്റ് ബോട്ട് ഉണ്ടാകും, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്ലാന്റ് വെറുതെ നട്ടാൽ നന്നായി പിടിച്ചു കിട്ടിക്കോളും. പിന്നെ നനയും. വളം നമുക്ക് ഇഷ്ടമുള്ള വളം കൊടുക്കാം. ജൈവവളമാണ് ഞങ്ങളിവിടെ കൊടുക്കാറ്. ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ തന്നെയാണ് കൊടുക്കാറ്. നമ്മുടെ കയ്യിലുള്ള വളം കൊടുത്താൽ മതി. 2 നേരം നനയും വേണം, നല്ല വെയിലും വേണം. നിറഞ്ഞു പൂക്കും. പ്രൂൺ ചെയ്ത് കൊടുത്താലും നല്ലതാണ്. നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണിച്ചു തരാം. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അതിനു മുന്നേ നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്, അത് കാണിക്കാം. അതെ, ഞങ്ങളുടെ ജേഡ് വൈൻ പൂത്തത്. 1 വർഷം മുന്നേ നട്ട ജേഡ് വൈൻ പ്ലാന്റ് ആണ്. റെഡ് ജേഡ് വൈൻ ആദ്യമായിട്ട് പൂത്തതാണ്. ഇതിന് നല്ലൊരു പന്തൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നിറച്ച് പടർന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ പൂവിട്ടത് ആദ്യമായിട്ട് പൂത്തത് കൊണ്ടാണ് ഇത്രയും പൂവ് ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പൂക്കലിന് നിറയെ പൂക്കും. ശരിക്കും ഇത് സൂചി കുത്താൻ സ്ഥലമില്ല എന്ന രീതിയിലാണ് ഇതിന്റെ പൂക്കല്. ഇതിപ്പോൾ ആദ്യമായിട്ട് പൂത്തത് കൊണ്ടാണ് ഇത്രയും പൂത്തേക്കുന്നത്. മെൽസ്റ്റോമ പ്ലാന്റ് ഇതാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. കവറിൽ പിടിപ്പിച്ച പ്ലാന്റ് ആണ്. ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. ഇപ്പം ഈ പ്ലാന്റ് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ കവറ് കീറി അനക്കാതെ നട്ടാൽ മതി. വെറും മണ്ണ് കളയൊന്നും വേണ്ട. ഇതിലും ബാസ്ക്കറ്റ്, നെറ്റ് പോട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ വയലറ്റ് കളറിലെ പൂവുണ്ടാവുന്ന മെൽസ്റ്റോമ പ്ലാന്റ് ആണിത്. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ എല്ലാവരും എന്ന് പറയും, ഇത് കമ്പ് കുത്തി പിടിപ്പിച്ചിട്ട് പിടിച്ചു കിട്ടുന്നില്ല, എന്തോരം കമ്പ് കുത്തിയാലും ഇത് പിടിച്ചു കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ഒരു വലിയ കമ്പല്ല കുത്തി പിടിപ്പിക്കേണ്ടത്, ഇതിന്റെ ഒരു കൂമ്പാണ് കുത്തി പിടിപ്പിക്കേണ്ടത്. മെൽസ്റ്റോമ ചെടിയുടെ ഒരു ചെറിയ കൂമ്പ് കുത്തി പിടിപ്പിച്ചാൽ മതി, പ്ലാന്റ് പിടിച്ചു കിട്ടും. കമ്പ് കുത്തിയാൽ കിട്ടില്ല. അപ്പോൾ ആദ്യം കുത്തി പിടിപ്പിക്കുമ്പോൾ ഒരു ചെറിയ പോട്ടിൽ കുത്തി പിടിപ്പിക്കുക. അപ്പം ഞങ്ങൾക്കിപ്പോൾ ചെയ്ത് തന്നെ വീട്ടുകാർ ശരിക്കും പറഞ്ഞൊരു ട്രേ ഇല്ലേ, കുറെ കുഴിയുള്ള ട്രേ, അതിലേ കുത്തിയാണ് വേര് പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് എടുത്താണ് ഈ കവറിൽ നിറച്ച് തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഇല്ലെങ്കിൽ അതങ്ങനത്തെയോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോ കുത്തിപ്പിടിപ്പിക്കുക. വേര് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വലുതിലേക്ക് നട്ടാൽ മതി. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത്. 50 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. 50 റുപ്പീസിനാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കാറുള്ളത്. ദൂരമുള്ളവർക്ക്, നമ്മുടെ നഴ്സറിയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.